ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാനൊന്ന് വെയിറ്റ് നോക്കി. ഒരു 2.5 കിലോയുടെ വ്യത്യാസമുണ്ട്. ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് തുടങ്ങാം. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഞാനിപ്പോൾ കാണിച്ചത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ജിമ്മിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് വർക്കൗട്ടിന് വന്നപ്പോഴത്തേക്ക് ഇവിടെ 2-3 പേരുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വർക്കൗട്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെപ്പോഴും വാമപ്പ് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യുക. നമ്മൾ സ്പോർട്സിൽ പോകുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ നാട്ടിലെ ജിമ്മിലെ കോച്ച് പുള്ളിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ജിമ്മിലെ വർക്കൗട്ടിന് മുമ്പ് നീ വാമപ്പ് ചെയ്യുന്ന വീഡിയോ ഇട്ടു, പക്ഷേ നീ സ്പോർട്സിന് പോകുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്ത വീഡിയോ ഇട്ടില്ല. കറക്റ്റാണ്, ഞാനത് വിട്ടുപോയി. പക്ഷേ ഈ വീഡിയോയിലും എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴും ഞാൻ വാമപ്പിൻ്റെ സെഷൻ വിട്ടുപോയി എടുക്കാൻ. പക്ഷേ ഞാൻ ഈ വരുന്ന വീഡിയോയിൽ ഞാൻ ബാഡ്മിൻ്റന് മുന്നേയുള്ള വാമപ്പിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇന്നൊരു പുഷപ്പ് ചാലഞ്ചാണ് വെച്ചേക്കുന്നത്. ഒരു 100 പുഷപ്പ് എടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ 100 നടന്നില്ല. ഒരു 60 ആയപ്പോഴത്തേക്കും തളർന്നു. പിന്നെ ഇന്നത്തെ വർക്കൗട്ട് വന്നിട്ട് ട്രൈസെപ്സിൻ്റെയാണ്. ട്രൈസെപ്സിന് വർക്കൗട്ടിന് മുന്നേ നമ്മൾ ഡമ്പൽ വെച്ചിട്ട് കുറച്ചൊന്ന് വാമപ്പ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മൾട്ടി. ഇത് സൊസൈറ്റിക്ക് അകത്ത് തന്നെയുള്ളൊരു ജിമ്മാണ്. ഇവിടെ അത്രയും മെഷീൻസ് ഒന്നുമില്ല. നമ്മൾ ഡമ്പലും വെച്ചിട്ട് തന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. കുഴപ്പമില്ല, പോകെ നമുക്ക് നമ്മൾ റൊട്ടീൻ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജിമ്മിലോട്ട് മാറാം. ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയുടെ അടുത്ത് തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. താങ്ക്ഫുള്ളി അടുത്ത് തന്നെ 1-2 ജിമ്മും ഉണ്ട്. അപ്പം നോക്കാം. അവിടെ നമ്മുടെ റൊട്ടീൻ സെറ്റാവണം. അതിനാണ് ബേസിക്കായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് IT ആയതുകൊണ്ടും നമ്മൾ ടൈമിംഗ് ഒന്നും കറക്റ്റ് ആവത്തില്ല. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കൗട്ടിൽ കൂടി വയറിൻ്റെയും കൂടെ ഞാൻ അടിയിട്ടുണ്ട്. വയറിനും കൂടെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അത് തെറ്റിച്ചില്ല. ഇന്നും ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. കാല് നല്ല പെയിനുണ്ടായിരുന്നു. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലിഗമെൻ്റ് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. ശരിക്കും അത് 1 ഇയറായിട്ടുണ്ട് കേട്ടോ എനിക്ക്. വൺസ് അത് ഒരിക്കൽ കാലിങ്ങനെ ട്വിസ്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ ടെൻഡൻസി എപ്പോഴും കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ വാമപ്പ് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാതെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിയതാണ് പണ്ട്. ഇപ്പോഴും ഫുട്ബോൾ ലാസ്റ്റ് ഫുട്ബോൾ കളിച്ചപ്പോഴത്തേക്ക് ഇഞ്ചറി പറ്റി. അത് ഇനിയും കൊണ്ടു നടക്കുക. അത് മാറും. പതിവ് തെറ്റിയില്ല. ഡോറ് തുറന്നപ്പോൾ തന്നെ റോക്കിമാൻ ചാടി അറ്റാക്ക് ചെയ്തു. എന്നെയും കൊണ്ട് പുറത്ത് എന്നുള്ള മട്ടിലാണ്. അവൻ ഈ രാത്രി പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അവൻ്റെ ഫ്രണ്ട്സിനെയും കാണാം. അവനൊരു വാക്കുമോ, അവൻ ഫുൾ ടൈം വീട്ടിൽ തന്നെ അല്ലേ. ഞാൻ വെറുതെ വിളിച്ചല്ലേ, ഓടിങ് എത്തിയാ ഇവിടെ. എന്നാ ഞാൻ പൊക്കളയാ. എന്നെ വെറുതെ കിടന്ന് എന്നെ വിളിച്ചോണത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് അവൻ വെറുതെ വിളിച്ചത് പോലും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവനെ ഒറ്റ വിളിക്കുക ആശ ഓടിയെത്തും കേട്ടോ. പാവമാണ് ആശൻ. എന്തായാലും കൊണ്ടുപോകണം അവനെ. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോകാനുള്ള റെഡി ആവാനായിട്ട് പോയി. മുമ്മു അതുവരെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോക്കി വന്നിട്ട് ഒരു ഹൈപ്പർ ആക്റ്റീവ് ഡോഗാണ്. ഇനി ഫുൾ ടൈം എന്തെങ്കിലും കളിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ തലയിൽ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവന് ഭയങ്കര ആക്റ്റീവാണ്. അവന് 10 വയസ്സായത് അവനെ കണ്ട ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര വയസ്സായെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ 10 ആവാറായി, അടുത്ത ഈ വരുന്ന ഫെബ്രുവരി അവന് 10 ആവും എന്ന് പറയുമ്പോൾ 10 വയസ്സോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, അവനെ കണ്ടാൽ പറയത്തില്ല. അപ്പോൾ ഇന്നത്തെ അംഗമെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നല്ല തണുപ്പാട്ടോ. ഇവിടെ ഇപ്പോൾ 14 ഡിഗ്രി ഒക്കെയാണ്. ഓക്കെ ഗൈസ്, സ്റ്റാർട്ട്.